നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് ആരാധകർക്ക് അത്ര ശുഭകരമല്ലാത്തൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കിലിൻ എംബാപ്പയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു. എംബാപ്പെ ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്ന ഈ ഘട്ടത്തിൽ പരിക്കേൽക്കുന്നത് ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നു എന്ന കാര്യം ക്ലബ്ബ് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. എന്താണ് റയൽ മാഡ്രിഡ് കൺഫേം ചെയ്തിരിക്കുന്ന ആ കാര്യം ഒന്ന് നോക്കാം. അതിൽ പറയുന്നത് കിലിൻ എംബാപ്പെ പരിക്കേറ്റിരിക്കുന്നു എന്ന കാര്യം ഡയഗ്നോസ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഇഞ്ചുറി ഡയഗ്നോസ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടത് കാൽ തുടയിൽ ആണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ക്ലബ്ബ് അറിയിച്ചിരിക്കുന്നത്. എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും, പരിക്കിൻ്റെ വ്യാപ്തി എത്രയാണ് എന്നൊക്കെ വഴിയെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൾറെഡി സ്പാനിഷ് മാധ്യമങ്ങൾ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: എംബാപ്പെ വിൽ നോട്ട് പ്ലേ വേഴ്സസ് റയോ ഓൺ സാറ്റർഡേ ആൻഡ് ഈ സീരിയസ് ഡൗട്ട് ഫോർ ദി ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്നാണ് ഒരു റിപ്പോർട്ടെങ്കിലും. മറ്റൊരു റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നത് കിലിൻ എംബാപ്പെ ഈസ് ഔട്ട് ഫോർ 10 days എന്നാണ്. അപ്പോൾ 10 ദിവസങ്ങളിലേക്ക് കിലിൻ എംബാപ്പെ പുറത്താകും എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ശനിയാഴ്ചയിലെ മത്സരം റയോ വല്ലക്കാനക്കെതിരെയുള്ള ലലിഗ മത്സരം നഷ്ടമാകും. ലലിഗയിൽ ഒന്നാം സ്ഥാനത്തിനായിട്ടുള്ള പോരാട്ടത്തിലാണ് റയൽ ഉള്ളത്. സോ എംബാപ്പയെ നഷ്ടപ്പെടുക എന്നുള്ളൊരു പ്രശ്നമാണ്. അത് കഴിഞ്ഞാൽ ഇന്റർ കോണ്ടിനൽ കപ്പിൻ്റെ ഫൈനൽ മത്സരം ഡിസംബർ 18-നാണ്. കിരീടം ചൂടാനുള്ള പോരാട്ടമാണ്. എംബാപ്പയ്ക്ക് അതൊരു സുവർണാവസരമായിരുന്നു. ഇങ്ങനെ ഇപ്പം മുമ്പൊക്കെ നടത്തിയിരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പ് അത് തന്നെയാണ് ഇപ്പോൾ ഇന്റർ കോണ്ടിനൽ കപ്പ് ആക്കിയത്. ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് മറ്റൊന്ന് 4 വർഷത്തിലൊരിക്കൽ ബൃഹത്തായ രൂപത്തിലേക്ക് മാറ്റിയത് മാത്രം. അപ്പോൾ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് തന്നെയാണ്. അതിൻ്റെ ഫൈനൽ മത്സരം കളിക്കാൻ എംബാപ്പയ്ക്ക് ഒരു പക്ഷേ സാധിച്ചേക്കില്ല ഈ 10 ദിവസം പുറത്തിരിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഡിസംബർ 22-ൻ്റെ റയൽ മാഡ്രിഡ് വേഴ്സസ് സെവിയ മത്സരത്തിനും അദ്ദേഹം ഫിറ്റ് ആവാനുള്ള സാധ്യത ഇവിടെ കുറവാണ്. ഏതായാലും ഇതൊരു വലിയ നിരാശ ആരാധകർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വിനി പരിക്കിൽ നിന്ന് മാറി ഒന്ന് തിരികെ വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും എംബാപ്പെ പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.